ബി.ജെ.പി. സർക്കാരുകളുടെ മൗനമുദ്രിത സമ്മതപത്രവുമായി അഴിഞ്ഞാടുന്ന രാജ്യവിരുദ്ധർ ഒഡീഷയിലെ ഒരു ക്രൈസ്തവനെ ചാണകം തീറ്റിച്ച് ജയ് ശ്രീറാം വിളികളോടെ മടങ്ങിയിരിക്കുന്നു. പതിവ് പോലെ ഇന്ദ്രപ്രസ്ഥം അതിശൈത്യത്തിലാണ്. ശിശിരത്തിന്റെയല്ല, വർഗീയ നിഷ്ക്രിയതയുടെ. 24 മണിക്കൂർ പോലും വേണ്ട ഭരണകർത്താക്കൾക്ക് ഈ വർഗീയവാദികളെ നിലക്കി നിർത്താൻ. പക്ഷെ ചെയ്യില്ല. അതാണ് ധ്രുവീകരണ രാഷ്ട്രീയം. ഇതര മതസ്ഥരെ വിസർജ്യം തീറ്റിക്കുന്നതിനോളം അധപ്പതിച്ചിരിക്കുന്ന ഈ വർഗീയ മഹാമാരി കേരളത്തെയും തിന്നരുത്. ജാഗ്രത ഉണ്ടാകണം. ഒഡീഷയിലെ ധൻകനാൽ ജില്ലയിലെ പാർജാങ് ഗ്രാമത്തിൽ കഴിഞ്ഞ 4-ന് നടന്ന സംഭവം തിങ്കളാഴ്ചയാണ് പുറംലോകം അറിയുന്നത്. വീട്ടിൽ പ്രാർത്ഥനായോഗം നടക്കുന്നതിനിടെയാണ് മതപരിവർത്തനം ആരോപിച്ച് പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക്കിനെ അവർ ആക്രമിച്ചത്. ജയ് ശ്രീറാം വിളികളുമായി എത്തിയ 40 അംഗ ബജ്രംഗ് ദൾ സംഘമാണ് അതിക്രമം നടത്തിയതെന്നാണ് പാസ്റ്ററുടെ ഭാര്യ വന്ദന പറഞ്ഞത്. അക്രമികൾ അദ്ദേഹത്തെയും ഗ്രാമത്തിൽ ആകെയുള്ള 7 ക്രൈസ്തവ കുടുംബങ്ങളിലെ അംഗങ്ങളെയും തല്ലിച്ചതച്ചു. പാസ്റ്ററെ ക്രൂരമായി മർദ്ദിക്കുകയും ചെരുപ്പുമാല അണിയിച്ച് 2 മണിക്കൂറോളം നടത്തിക്കുകയും ചെയ്തു. ഭാര്യയും മക്കളും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. കേൺ അപേക്ഷിച്ചിട്ടും പോലീസ് സഹായത്തിന് തയ്യാറായത് 2 മണിക്കൂർ കഴിഞ്ഞാണ്. പോലീസുമായി ഭാര്യ എത്തിയപ്പോൾ ഗ്രാമത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പാസ്റ്ററെ കൈകൾ പിന്നിൽ കെട്ടി ഇരുമ്പ് കമ്പി കൊണ്ട് ബന്ധിച്ചിരുന്നു. മുറിവുകളിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ ചാണകം തീറ്റിക്കുകയും മർദ്ദിക്കുകയും ചെയ്തവർ ജയ് ശ്രീറാം ഏറ്റുചൊല്ലാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഏറെ സമ്മർദ്ദത്തിനൊടുവിലാണ് കേസ് പോലും എടുത്തത്. അതേസമയം മതപരിവർത്തനം ഉന്നയിച്ച് പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഏത് ഹിന്ദുത്വ സംഘടനയ്ക്കും ആൾക്കൂട്ട ആക്രമണത്തിന് ഉപയോഗിക്കാൻ ബി.ജെ.പി. സർക്കാരുകളുടെ ആലയിൽ നിന്ന് വിതരണം ചെയ്ത മതപരിവർത്തന നിരോധന നിയമമാണ് പാസ്റ്ററെ ചാണകം തീറ്റിക്കാൻ ബജ്രംഗ് ദൾ എന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്ഥാനത്തിന് ധൈര്യം പകർന്നത്. ഗ്രാമത്തിലുള്ള ചിലരും ഇതിൽ പങ്കെടുത്തു. വർഗീയ ഭ്രാന്ത് മനുഷ്യരെ എത്ര വേഗമാണ് മനുഷ്യത്വമില്ലാത്തവരാക്കുന്നത്. ഒരു മുദ്രാവാക്യം കൊണ്ട് എത്ര ക്രൂരമായാണ് അത് അയൽക്കാരെയും അന്യരാക്കുന്നത്. വെറുതെ സംഭവിക്കുന്നതല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളിൽ വലിയ വർധനയുണ്ടായെന്നും അതിൽ 88% ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നുമായിരുന്നു ഇന്ത്യ ഹേറ്റ് ലാബ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത്. ആ പ്രസംഗകർക്ക് എങ്ങനെയാണ് തങ്ങൾ വളർത്തിയ വർഗീയവാദികളോട് മാ നിഷാദ എന്ന് പറയാനാകുന്നത്? US ഹോളോകോസ്റ്റ് മ്യൂസിയത്തിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ 2 വർഷങ്ങൾക്കകം കൂട്ടക്കൊലകൾക്ക് സാധ്യതയുണ്ടെന്നും 168 രാജ്യങ്ങളുടെ സാധ്യതാ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണെന്ന് പറയുന്നു. ആരെങ്കിലും നടുങ്ങിയോ ഈ മതേതര രാജ്യത്ത്? നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. വർഗീയ മനസ്സുകളെ ഒരുക്കുന്നത് വിഷം വമിപ്പിക്കുന്ന പ്രസംഗ കലകളാണ്. അവ തടയാൻ പോലും ശേഷിയില്ലാത്തവരാണ് കേരളത്തിൽ വർഗീയത അനുവദിക്കില്ലെന്ന് വീരവാദം പറയുന്നത്. പാസ്റ്ററെ ക്രൂരമായി മർദ്ദിച്ച് ചാണകം തീറ്റിച്ച ഗ്രാമത്തിൽ ആകെ 7 ക്രിസ്ത്യൻ കുടുംബങ്ങളാണുള്ളത്. വീടുകൾ കത്തിക്കുമെന്ന ബജ്രംഗ് ദൾ ഭീഷണിയെ തുടർന്ന് അവരെല്ലാം മറ്റു ഗ്രാമങ്ങളിലെ ബന്ധുവീടുകളിലാണ് ജീവിക്കുന്നത്. ആരുടേതാണ് ഈ ഇന്ത്യ? ഒരു ഉത്തരമേ ഉള്ളൂ, നമ്മുടേതാണ്. മതേതര സമൂഹം ഉറങ്ങുമ്പോഴാണ് വർഗീയത കള്ളപ്രമാണമുണ്ടാക്കി രാജ്യത്തെ തട്ടിയെടുക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഇത്ര അരക്ഷിതാവസ്ഥയിലാക്കിയതിൽ ഭരിക്കുന്നവർക്കൊപ്പം തങ്ങളുടെ അലസതയ്ക്കും പങ്കുണ്ടെന്ന് പ്രതിപക്ഷം തിരിച്ചറിയണം. കോടതികളെ ഭരണഘടന കൊണ്ട് വിളിച്ചുണർത്തണം. ചാണകം വെറും വിസർജ്യമാണ്. അത് ഉപയോഗിച്ച് ഒരു സംസ്കാരത്തെ ദുർഗന്ധപൂരിതമാക്കാൻ മതരാഷ്ട്രീയത്തിന്റെ രോഗാണുവാഹകരെ അനുവദിക്കരുത്. കേരളം മുന്നിലിറങ്ങണം.